ദുൽഹിജ്ജ 1 മുതൽ 10 വരെ സൂറത്തുൽ ഫജ്ർ രാവിലും പകലുമായി അങ്ങനെ ഓതുക എന്നുള്ളത് പ്രത്യേകം പുണ്യമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് ശരിയാണോ എന്ന് ഒരാൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അതിൻ്റെയും മറുപടി പറയാനുള്ളത്. ഖുർആൻ ഏത് സൂറത്തും നമുക്ക് എപ്പോഴും ഓതാം. ദുൽഹിജ്ജ മാസത്തിൽ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ചും അതിന് പ്രതിഫലവും പ്രോത്സാഹനവും ഉണ്ട്. എന്നാൽ അതിൽ സൂറത്തുൽ ഫജ്റിനൊരു പ്രത്യേകത, അല്ലെങ്കിൽ സൂറത്ത് യാസീൻ പ്രത്യേക ഇത്ര എണ്ണം, ഇങ്ങനെയൊക്കെ എണ്ണവും വണ്ണവും രൂപവും സമയവും കാലമൊക്കെ നിജപ്പെടുത്തി പ്രത്യേകമായി പറയണമെങ്കിൽ സ്വഹീഹായ പ്രമാണങ്ങളിലൂടെ അഥവാ ഹദീസുകളിലൂടെയൊക്കെ പഠിപ്പിക്കപ്പെടണം. അല്ലാതെ നമ്മൾ ആയിട്ട് ഏതെങ്കിലും ഇസ്ലാമിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ദിക്ർ ദുആകൾ അല്ലെങ്കിൽ ഖുർആനിലെ സൂറത്തുകളൊക്കെ സ്ഥിരപ്പെട്ടതാണല്ലോ. പക്ഷേ അതിലേതെങ്കിലും ഒരു സൂറത്ത് ഇങ്ങനെ ഒരു 30 പ്രാവശ്യം സുബ്ഹാനല്ലാ പറയണം എപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? സുബ്ഹാനല്ലാ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണെന്ന് ഹദീസിലൂടെ വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അഹബ്ബുൽ കലാമി ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകളിൽപ്പെട്ടാണ് ഇതെന്നൊക്കെ ഹദീസിൽ കാണാം. പക്ഷെ ഒരാൾ വീട്ടിൽ കയറുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ ഇതൊരു 10 പ്രാവശ്യം അല്ലെങ്കിൽ 20 പ്രാവശ്യം എന്ന് പറഞ്ഞ് എണ്ണമോ വണ്ണമോ പ്രത്യേക സമയമോ ഒക്കെ നിർണയിച്ചാൽ അയാൾ ദീനിലൊരു പുതിയ ആചാരം കൊണ്ടുവരല് ബിദ്അത്താണ്. അത് പുണ്യം കിട്ടുകയില്ല എന്നല്ല, ശിക്ഷ കിട്ടുന്നൊരു സംഗതിയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ സൂറത്തുൽ ഫജ്ർ എന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സൂറത്ത് പ്രത്യേകം എണ്ണം, പ്രത്യേക സമയം നിർണയിച്ച് പ്രത്യേക കാലത്ത് ചെയ്യണം എന്നൊക്കെ പറയുന്നതിന് കൃത്യമായ ഹദീസുകളും പ്രമാണങ്ങളും ഇല്ലാതെ ചെയ്താൽ അത് കുറ്റമാണ്, തെറ്റായ സംഗതിയാണ്.